Hi friends, once again welcome back to T Blogs. This meeting is from Mavelikira. Okay, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു സുഹൃത്ത് അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. എലിപ്പെട്ടി എന്ന് പറയും. ബഡ്ജറ്റ് ലാബ് വഴിയാണ് ചിത്രം റിലീസ് അയക്കുന്നത്. ബഡ്ജറ്റ് ലാബിന്റെ 7ാമത്തെ സീസൺ വിന്നറായിരുന്നു ഒരു ഷോർട്ട് ഫിലിം. ഞാൻ അതൊന്ന് കണ്ടേക്കാമെന്ന് കരുതി. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നായിരുന്നു ഞാൻ ഈ ഷോർട്ട് ഫിലിം ഒന്ന് കണ്ടത്. ഈ എലിപ്പെട്ടിക്ക് സംവിധാനം ചെയ്തിരിക്കുന്നത് ഐ തിങ്ക് ശ്രീകാന്ത് വിജയൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ അവിട്ട് കണ്ടപ്പം ഒരു ക്ലാപ്പ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ എടുത്ത് വെച്ചേക്കുന്ന ഈ എന്താ പറയാ, ഈ ബീജിയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മിക്സിങ് ആയിക്കോട്ടെ, കളർ ഗ്രേഡിങ് ആയിക്കോട്ടെ, എല്ലാ തരത്തിലും, അല്ലെങ്കിൽ ക്യാമറ ചലനമായിക്കോട്ടെ, എല്ലാ തരത്തിലും നല്ലൊരു ഔട്ട് നൽകുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. പിന്നെ കഥയിലോട്ട് വരികയാണെങ്കിൽ ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. കഥയുടെ ഒരു പൂർണ്ണ രൂപം ഞാൻ പറയുന്നില്ല, ജസ്റ്റ് വൺലൈനിലോട്ട് കടക്കുകയാണെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ഒരു പോലീസുകാരന്റെ വീട്ടിലോട്ട് ചെല്ലുന്നതും തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ എടുത്തേക്കുന്നത്. ഒരുപാട് താരങ്ങളൊന്നുമില്ല, മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് 2 താരങ്ങളിൽ നിന്നാണ്. പക്ഷെ അവരിൽ നിന്ന് കഥ എടുത്തേക്കുന്ന ഒരു രീതി, അതോടൊപ്പം തന്നെ അരമണിക്കൂറുള്ള ഷോർട്ട് ഫിലിം ആണെങ്കിലും നമുക്ക് അത് ഒരുപാട് നമ്മളെ പിടിച്ചിരുത്തുന്ന എന്തോ ഒരു മാജിക് ആ ഒരു ഷോർട്ട് ഫിലിമിലുണ്ട്. ഓക്കെ, പിന്നീട് എടുത്ത് പറയേണ്ട, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുറച്ച് ഷോർട്ട് ഫിലിംസ് ഉണ്ട്. അങ്ങനെ കാണുവാണെങ്കിൽ ആ ഷോർട്ട് ഫിലിംസിൽ ഒന്നാണ്. ഞാൻ ആ ഷോർട്ട് ഫിലിമിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് കാണണം. അതല്ലെങ്കിൽ ബഡ്ജറ്റ് ലാബിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ പോയാൽ മതി, നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. എലിപ്പെട്ടി എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര്. അപ്പൊ ഓക്കെ, ഇറ്റ്സ് മീ ടിനു വർഗീസ്, ടി ബ്ലോഗ്സ് ഫ്രം മാവേലിക്കര, സൈനിങ് ഔട്ട്. ഐ റിപ്പീറ്റ്, ഒരിക്കലും നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവത്തില്ല ഈ ഷോർട്ട് ഫിലിം കണ്ടുകൊണ്ട് മാത്രം.